ഇതെനിക്ക് പ്രാങ്കാണോ അല്ലെങ്കിൽ എന്താ സംഭവം എന്നൊന്നും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇവിടെ ഒരു ബ്ലാങ്ക് അടിച്ചു പോയി നിന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തിന് മിണ്ടാതെ അങ്ങോട്ട് പോയത്. എന്നിട്ട് പിന്നെയും അത് പറയാമെന്ന് വെച്ചിട്ട് ആരെങ്കിലും കളിപ്പിക്കാൻ വേണ്ടി എടുത്താന്നല്ല. എന്തായാലും ഇതൊരു ബോട്ടിൻ്റെയാണ് തോന്നുന്നു. ഒരു ഇതാണ് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡ്ഫോൺ ആണോ ബ്ലൂടൂത്തിൻ്റെ ഹെഡ്ഫോൺ ആണോ ഇതെന്താ സംഭവം എനിക്ക് ഒന്നും പിടിക്കാൻ കിട്ടുന്നില്ലേ. ഇതാണ് സംഭവം. ഇത് ഹെഡ്സെറ്റ് ആണോ ബ്ലൂടൂത്തിൻ്റെ ആണോ? ഹെഡ്ഫോണാണ്. അപ്പം ഇതായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ വല്ല ബോംബായിരിക്കും എന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ നമുക്ക് ഇവിടെ വെക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. എൻ്റെ അമ്മേ, കളർ കുഴപ്പമില്ല. അടിക്കുന്ന കളറായതുകൊണ്ട് കുറച്ച് എന്തായാലും എൻ്റെ ഹെഡ്സെറ്റ് ഉണ്ട്. എൻ്റെ ഹെഡ്സെറ്റ് ഇത് അതിൻ്റെന്ന് അറിയോ? റെഡ്മിയുടെ ഹെഡ്സെറ്റ് എൻ്റെ അടുത്തുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ നമ്മൾ എപ്പോഴും വരുന്ന സമയത്ത്? എന്താ സംഭവം? ഹെഡ്സെറ്റ് ഒക്കെ എൻ്റെ അടുത്തുണ്ട്. പക്ഷേ ഹെഡ്സെറ്റ് അയക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയില്ല സംഭവം എന്തായാലും. അപ്പം അങ്ങനെ. അപ്പം ഇതായിരുന്നു സംഭവം. ഇതാണ് ഗിഫ്റ്റ്. ഇതിനുള്ളിൽ വേറെ എന്തോ കൂടെ ഉണ്ട്. നോട്ടെ. ഹലോ സെലിബ്രിറ്റീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ സുഖസുന്ദരമായിട്ടിരിക്കുന്നു. ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് ഞാൻ സമയം ഏകദേശം ഒരു 10:30 ലൈവൊക്കെ കഴിഞ്ഞ ശേഷം എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാനപ്പോൾ ലൈവിൽ ഇന്നലെ പറഞ്ഞായിരുന്നു എന്തോ ഒരു ഗിഫ്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇന്നലെ എല്ലാം മിനിങ്ങാന്നത്തെ കേട്ടോ. ഈ വീഡിയോ വരാൻ 2 ദിവസം അതുകൊണ്ടാണ് മിനിങ്ങാന്നും ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നാണ്. അപ്പോൾ എന്തായാലും നോക്കാം ഇത് എന്താണെന്നുള്ളത്. എന്തായിരിക്കുമെന്നാണ് നിങ്ങളെല്ലാവരും ഗസ് ചെയ്യുന്നത്? ഇതിൽ ആളുടെ അഡ്രസ്സോ ഒന്നുമില്ല കേട്ടോ. കത്രിയൊന്നും എടുക്കാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് ഞാനിവിടെ തന്നെ എടുത്തത് കട്ട് ചെയ്യുന്നു. നോക്കാം നമുക്ക് എന്താണ്. അപ്പോൾ എന്താ പറയുക, അയ്യോ കവർ പൊട്ടിക്കും ചെയ്തിരുന്നപ്പോൾ എന്താ ഞാൻ പറയേണ്ടത്? എനിക്ക് ഇടയിൽ ഇത് കണ്ടപ്പോൾ ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഞെട്ടിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്തൊന്നും മിണ്ടാതെ കുറച്ച് നേരത്തിന് അങ്ങോട്ട് മാറി നിന്നത് കേട്ടോ. ഇതെനിക്ക് പ്രാങ്കാണോ അല്ലെങ്കിൽ എന്താ സംഭവം എന്നൊന്നും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇവിടെ ഒരു ബ്ലാങ്ക് അടിച്ചു പോയി നിന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തിന് മിണ്ടാതെ അങ്ങോട്ട് പോയത്. എന്നിട്ട് പിന്നെയും അത് പറയാമെന്ന് വെച്ചിട്ട് ആരെങ്കിലും കളിപ്പിക്കാൻ വേണ്ടി എടുത്താന്നല്ല. എന്തായാലും ഇതൊരു ബോട്ടിൻ്റെയാണ് തോന്നുന്നു. ഒരു ഇതാണ് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡ്ഫോൺ ആണോ ബ്ലൂടൂത്തിൻ്റെ ഹെഡ്ഫോൺ ആണോ എന്ന് അറിയില്ല. ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്ത് പറയാം. ഇതാരാ എനിക്ക് അയച്ചതെന്ന് എനിക്കറിയില്ല തൽക്കാലം. ഇങ്ങനെ ഗിഫ്റ്റുകൾ വരുന്നത് അറിയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത്തിരി ഈ ബോക്സ് കണ്ടപ്പോഴേ ഞാൻ പെട്ടെന്ന് എന്താടാ ഇതെന്ന് പറഞ്ഞ് ഞാൻ ഇതായിപ്പോയി. അതാണ് കുറച്ച് മാറി നിന്നത്. കുറച്ച് നേരത്തിന് ഞാൻ മിണ്ടാതായിപ്പോയി. അപ്പോൾ സംഭവം ഇതാണ് സംഭവം. ഇങ്ങനെയും ഗിഫ്റ്റ് അയക്കാം അല്ലേ? ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അറിയില്ല. എൻ്റെ അമ്മേ, അടിക്കുന്ന കളറൊക്കെയാണല്ലോ ഭഗവാനെ. ഇതാരാണ് അയച്ച അജ്ഞാതൻ അജ്ഞാതി എന്ന് എനിക്കറിയില്ല. ഇതാണ് സംഭവം. രേണൊന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ. അവിടെ ഉണ്ട്. ഇതാണ്ട് ഗിഫ്റ്റ്. എന്ത് വീഡിയോ എടുക്കുന്നുണ്ട്? ഇത് ബോട്ടല്ലേ? ഹെഡ്സെറ്റാ. ഇതാരെങ്ങനെ ഗിഫ്റ്റ് അയച്ചെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ എന്താ നമുക്ക് വീഡിയോ എടുക്കണം? വീഡിയോ എടുത്തോണ്ടന്നെ ഇരിക്കണേ. അവൾ അറിഞ്ഞില്ല. അവളോട് ഞാൻ ഫസ്റ്റ് വീഡിയോ ഒന്ന് എടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ തന്നെ വീണ്ടും സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. ഞാൻ ഫസ്റ്റ് ഇത് കണ്ടിട്ടില്ല. കുറച്ച് നേരം മിണ്ടാടിരുന്നോടി ഇപ്പുറത്ത് പോയി. ഇത് ആരെങ്ങനെ ഒരു ഗിഫ്റ്റ് അയച്ചത് പറഞ്ഞിട്ട്. ഹെഡ്സെറ്റാ. ആരെങ്ങനെ ഒരു ഗിഫ്റ്റ് അയച്ചിരിക്കുന്നത്? പേരും അഡ്രസ്സൊന്നും ഇല്ല. പക്ഷെ ഹെഡ്സെറ്റ് അയക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം നിന്റെ അഡ്രസ്സ് എങ്ങനെ കിട്ടി ചോദിക്കും. അതാണ് ഇപ്പം എനിക്കറിയാത്തത്. ഇല്ലടി, 1-2 പേര് ഇൻസ്റ്റാഗ്രാം. ഇല്ല അതല്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ ആരൊക്കെ 2-3 പേര് ചേച്ചി അഡ്രസ്സ് ഒന്ന് അയക്കും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതെന്താ സംഭവം എനിക്ക് ഒന്നും പിടിക്കാൻ കിട്ടുന്നില്ലേ. ഇതാണ് സംഭവം. ഇത് ഹെഡ്സെറ്റ് ആണോ ബ്ലൂടൂത്തിൻ്റെ ആണോ? ഹെഡ്ഫോണാണ്.
അപ്പം ഇതായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞ വല്ല ബോംബായിരിക്കും എന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ നമുക്ക് ഇവിടെ വെക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. എൻ്റെ അമ്മേ, കളർ കുഴപ്പമില്ല, അടിക്കുന്ന കളറായതുകൊണ്ട് കുറച്ച് എന്തായാലും. എൻ്റെ ഹെഡ്സെറ്റ് ഉണ്ട്. എൻ്റെ ഹെഡ്സെറ്റ് ഇത് അതിൻ്റെ അറിയോ, റെഡ്മിയുടെ ഹെഡ്സെറ്റ് എൻ്റെ അടുത്തുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടറിയോ നമ്മൾ എപ്പോഴും വരുന്ന സമയത്ത്? എന്താ സംഭവം? ഹെഡ്സെറ്റ് ഒക്കെ എൻ്റെ അടുത്തുണ്ട്. പക്ഷേ ഹെഡ്സെറ്റ് ഇടുക അയക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയില്ല സംഭവം എന്തായാലും. അപ്പം അങ്ങനെ. അപ്പം ഇതായിരുന്നു സംഭവം. ഇതാണ് ഗിഫ്റ്റ്. ഇതിനുള്ളിൽ വേറെ എന്തോ കൂടെ ഉണ്ട്, നോട്ടെ. ഇത് അതിൻ്റെ സംഭവമാണ്. 1 year ഗ്യാരണ്ടി. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലുണ്ട് ബോക്സിൻ്റെ അത് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതായിരുന്നു ആ കുഞ്ഞ് ഗിഫ്റ്റ്. എൻ്റെ അടുത്ത് 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ആരയച്ചു എന്നുള്ളത് എനിക്കറിയില്ല. ഇന്നിപ്പോൾ എന്തായാലും സമയമായി. ഇന്നിപ്പോൾ ഞാൻ ഇൻസ്റ്റയിലേക്കൊന്നും പോകാനുള്ള നേരവും സമയവും ഇല്ല. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ഉറക്കം പോയി കിടക്കുമായിരുന്നു. ഇന്നൊന്ന് സുഖമായി കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഈ ബോക്സൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്ത് വെക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതാരാണ് എന്താണ് എന്നൊക്കെ നമുക്ക് വേറെ ഒന്നും ഇല്ലാത്തത് മാത്രമേ. എനിക്കിത് മനസ്സിലായില്ല സംഭവം. ഇത് എന്താണെന്ന് വിചാരിച്ചു ഞാൻ. സോപ്പാണോ ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല. ഞാൻ തന്നെ ഞെട്ടിപ്പോയി കണ്ടിട്ട് കേട്ടോ. ഓക്കെ, എന്തായാലും ആരയച്ചാലും ഹെഡ്സെറ്റ് ആയാലും നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷേ ഹെഡ്സെറ്റും ഗിഫ്റ്റായിട്ട് കഴിക്കും തോന്നുന്നില്ല, അറിയില്ല കേട്ടോ. ഇത് എത്ര രൂപയാണെന്നൊന്നും ഇട്ടിട്ടില്ല. അറിയില്ല. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച്. ആരാന്ന് എനിക്കറിയില്ല. ഒരു 3-4 പേര് അഡ്രസ്സ് വെച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. നോക്കട്ടെ, നാളെ പോയി നോക്കാം. ഇനിയിപ്പോൾ സമയമില്ല. കാരണം ഇപ്പോൾ സമയം 10:45 11 മണി ആവുന്നുണ്ട്. മീനും സഞ്ജുവും ഒന്നും ഉറങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ അവർ ഉറങ്ങിയില്ല, ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ആരാണെന്ന് അറിയില്ല. എന്തായാലും ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത് നിങ്ങളോട് ഞാനിത് ലൈവ് വരുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞാനിത് അയ്യോ ഇതൊക്കെ ഗിഫ്റ്റ് വന്നത് കാണിക്കണമെന്ന് ചിലപ്പോൾ വിചാരിക്കും ചില ആൾക്കാർ. പക്ഷേ ഞാനിത് ലൈവ് വന്നത് കൊണ്ട് ലൈവിൽ അപ്പോഴാണ് സംഭവം. എനിക്ക് ലൈവ് വരുന്ന സമയത്താണ് ഫോൺ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മാഡം ഇങ്ങനെ എവിടെയാണ് ഇത്. പിന്നെ അവർ ഒരു സ്ട്രീറ്റ് മാറിപ്പോയി, പിന്നെയും വന്നു അങ്ങനെ. അപ്പോൾ എന്തായാലും ആരയച്ചാലും താങ്ക് യു സോ മച്ച്. ഫ്ലിപ്കാർട്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളോട് ഞാൻ അങ്ങനെ ലൈവിൽ ഇരുന്ന് അത് പൊട്ടിക്കാതെ കാണിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ അത് കാണിച്ചത് കേട്ടോ. അപ്പോൾ എന്താണ്, അല്ലെങ്കിൽ വിചാരിക്കില്ല എന്താണ് ദിയ വന്നിട്ടുണ്ടാവുക, എന്താണ് എന്ന് കാണിച്ചിട്ടില്ല എന്ന് വിചാരിക്കേണ്ടെന്ന് പറഞ്ഞ് കാണിച്ചതേ ഉള്ളൂ. എന്തായാലും കുഞ്ഞൊരു ഗിഫ്റ്റാണ് ഇത്. ബർത്ത്ഡേ സമയത്ത് അയച്ചോന്നല്ല, എന്തായാലും നമുക്ക് കുഞ്ഞിതായാലും ഒരു പൊട്ടായാലും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ആരായാലും. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ ഇതിനെക്കുറിച്ച് വേറെ എന്തൊക്കെയൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഉറക്കം വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. വളരെ ടാറ്റ, ലവ് യു.